ഈ കൊച്ചു ഗ്രാമം ബാലനഗർ ITCയുടെ പടവുകളിലൂടെ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു കൊച്ചു ചരിത്രമുള്ള ഒരു ഗ്രാമമാണ് മൂക്കന്നൂർ. ആ മൂക്കന്നൂരിൻ്റെ വിശ്വാസ ബലത്തിലേക്ക് കടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും തന്നെ വിശുദ്ധ കുർബാനയുടെ പടയാളികളും പടത്തലവന്മാരുമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസം എന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസമായി മൂക്കന്നൂരിന്റെ ചരിത്രത്തിൽ മാറ്റപ്പെടും എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആരാധനാക്രമത്തിന്റെ പവിത്രതയെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നുണ്ട്. ആരാധനാക്രമത്തെ കുറിച്ച് പറയുന്നത് ദൈവവുമായി ഏറ്റവും ഒരു മനുഷ്യന് പരിശുദ്ധ സിംഹാസനം നൽകുന്ന പരിശുദ്ധ ത്രിത്വം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ദൈവവുമായി മനുഷ്യൻ ഏറ്റവും അടുക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള നിമിഷങ്ങൾ നൽകുന്നത് അത് വിശുദ്ധ കുർബാന തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ വിശുദ്ധ കുർബാനയുടെ പേരിലാണ് ഇന്ന് ഇന്ത്യയിൽ ഉള്ള സകല ക്രൈസ്തവ വിഭാഗത്തിലുള്ള മറ്റ് രൂപതകളെല്ലാം തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്ന ആ ഏകീകൃത കുർബാന. എന്തുകൊണ്ടോ അതിൻ്റെ പ്രഭവവും പരിശുദ്ധവുമായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം ആ പരിശുദ്ധ കുർബാന ഏകീകൃത സ്വഭാവത്തോടെ മാർപ്പാപ്പ അനുശാസിക്കുന്ന വിധത്തിലുള്ള ഒരു പരിശുദ്ധ കുർബാന നടത്തപ്പെടുന്നില്ല എന്നുള്ള ഒരു വലിയ ഒരു ദുരവസ്ഥയിലാണ് നാം ഏവരും ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ഒരു അവസരത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഇന്ന് ഇത്തരത്തിലുള്ള ഒരു യോഗം ഇവിടെ നടത്തുവാനുള്ള ഒരു ചെറിയ സാഹചര്യത്തെ കുറിച്ച് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട മൂക്കന്നൂർ ഇടവകയിലെ വികാരി മുതൽ മറ്റ് പല ആരാധനാക്രമത്തിന്റെ ഹൈറാർക്കിയിൽ മുന്നിൽ നിൽക്കുന്ന പലരും എന്തുകൊണ്ടോ ഇവിടെ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ മൂക്കന്നൂർ നിവാസികൾ ഇല്ല എന്നുള്ള ഒരു കുപ്രചരണത്തിന്റെ ഭാഗമായി പലപ്പോഴും നമ്മളെയെല്ലാം ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ മൂക്കന്നൂർ ആവശ്യമാണ് എന്നുള്ള ഒരു ബോധ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള ഒരു പരിശ്രമത്തിന് ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് നേതൃത്വം നൽകിയത്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരോടും ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാനുള്ള ഒന്ന് എന്നത് വിശുദ്ധ കുർബാനയാണ് യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവനെ ഒരു ആധ്യാത്മികതയിലൂടെ മനുഷ്യനെ യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്നത്. അതിൽ ആഭിജാത്യപരമായിട്ടുള്ള അല്ലെങ്കിൽ പരിശുദ്ധ സിംഹാസനം അനുശാസിക്കുന്ന തരത്തിലുള്ള ഒരു അതിന്റെ ചിട്ടകളും ശാസനകളെയും അല്ലെങ്കിൽ അതിന്റെ ക്രമങ്ങളെയും തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധ കുർബാനയാണ് ഇന്ന് നമ്മളുടെ ഓരോ ഇടവകളിലും നടപ്പാക്കപ്പെടുന്നത്. അതിനെതിരെയുള്ള ഒരു ശബ്ദം നമ്മൾ ഓരോരുത്തരും അതിന്റെ കാവലാളായി മാറണം എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള ലിറ്റർജിയെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു വരുന്നതിന് ബഹുമാനപ്പെട്ട നമ്മളുടെ പ്രിയങ്കരനായ അച്ഛൻ ഇവിടെ എത്തപ്പെട്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയാൻ കാവലിക്കൽ സാർ ഡിവൈൻ കാലഘട്ടം മുതലേ തന്നെ നമ്മൾക്കറിയാം വിവിധ കരിസ്മാറ്റിക് ദാന മേഖലയിലൂടെ കടന്നു വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെതായ അനുഭവങ്ങൾ ഇവിടെ വിശദീകരിക്കും. MP ജോർജ് സാർ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഇവിടെ വിശദീകരിക്കും. പുതുപ്പാറ സാറുണ്ട്, അതോടൊപ്പം തന്നെ ടോം സാറുണ്ട്. ഇവരുടെ എല്ലാവരുടെയും അനുഭവങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നതിനാണ് നാം ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ നിക്ഷിപ്തമായ കർത്തവ്യം എന്നത് ഇതിന്റെ ഉദ്ഘാടക സ്ഥാനത്തും നമ്മളിലേക്ക് അനുഗ്രഹവും കൃപയും ദൈവകൃപയും വർഷിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ഈനാശുചിന്റെ അച്ഛനെ ഇവിടേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഉദ്ഘാടകനായിട്ടും അനുഗ്രഹ